തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൂവാർ വരെയുള്ള തീരങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അർജുൻ രാജ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അർജുൻ, കള്ളക്കടൽ പ്രതിഭാസത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്, പ്രധാനമായും ഇത് തീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ മുന്നറിയിപ്പ് പരിധിയിൽ പെടുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, തിരുവനന്തപുരത്ത് മാത്രമാണ് നിലവിൽ മുന്നറിയിപ്പ് ഉള്ളത്. കാപ്പിൽ മുതൽ പൂവാർ വരെ ഉള്ള മേഖലകളിലാണ് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. 1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. അത്ര വലിയ രീതിയിലുള്ള കടലാക്രമണം ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. കാരണം 1 മീറ്റർ എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടി കടുപ്പമുള്ളത് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല. അതേസമയത്ത് ജാഗ്രത വേണം. പ്രത്യേകിച്ച് കടലിൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ രാത്രി 11:30 വരെയാണ് ഈ മുന്നറിയിപ്പ് ഉള്ളത്. കന്യാകുമാരിയിലും ഇതിന് സമാനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയിട്ടുള്ള വിനോദങ്ങളും ഈ പ്രദേശത്ത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. ലക്ഷ്മി. അർജുൻ രാജ്, തിരുവനന്തപുരത്ത് നിന്ന്.